ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ തുടരും സിനിമ റിലീസായിട്ട് 6 ദിവസമായിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ 2 തവണ ഞാൻ പോയി സിനിമ കണ്ടു. അപ്പൊ അതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോ ഇതിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത്. അപ്പൊ സിനിമ കാണാൻ പോകുന്നവർക്കും ഇനിയിപ്പോ കണ്ടവർക്കായാലും ഇത് കാണാം. കാരണം ഇതിന്റെ അവസാനത്തിൽ ഞാൻ കണ്ടവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് സ്പോയിലർ ആയിരിക്കും. ആ ഭാഗം എത്തുമ്പോൾ എന്തായാലും ഞാൻ സ്പോയിലർ അലർട്ട് ഇടാം. അപ്പോൾ ഓക്കെ, നമുക്ക് സിനിമയിലോട്ട് വരാം. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഇൻസിഡന്റ് കാണിച്ച് ലാലേട്ടന്റെ വളരെ പതിഞ്ഞ ഒരു എൻട്രിയിലൂടെ വന്ന് സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുകയാണ്. തുടരും എന്ന് എഴുതി കാണിക്കുന്നു. വളരെ ക്യൂട്ട്നെസ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ 2 ആനകളും 2 ആനക്കുട്ടികളും കൂടി കിടന്നുറങ്ങുന്ന ഒരു സീനോട് കൂടിയാണ് തുടരും എന്ന് എഴുതി കാണിക്കുന്നത്. സിനിമയുടെ ആദ്യ 40 മിനിറ്റുകളിൽ നമുക്ക് പഴയ മോഹൻലാലിനെ കാണാവുന്നതാണ്. അതായത് ഒരു 80s 90s ഒരു സത്യൻ അന്തിക്കാട് സിനിമയോ അല്ലെങ്കിൽ ഒരു നല്ല കുടുംബ സിനിമയോ കാണുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലാണ് സംവിധായകൻ തരുൺ മൂർത്തി ഇത് ഒരുക്കിയിരിക്കുന്നത്. ലാലേട്ടന്റെ പഴയ ഫോട്ടോസുകളും പിന്നെ കുറച്ച് സോങ്ങുകളും കാണിച്ച് ആദ്യത്തെ 40 മിനിറ്റ് വളരെ നൊസ്റ്റാൾജിക് അടിപ്പിക്കാനായിട്ട് സംവിധായകന് സാധിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മോഹൻലാലും ശോഭനയും ഭാര്യ ഭർത്താക്കന്മാരെ തർക്കിക്കുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മോഹൻലാലിന്റെ പരാജയപ്പെട്ടതും വിജയിച്ചതുമായ എല്ലാ സിനിമകളെ കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് താടി വെച്ച് ട്രോൾ ചെയ്യുന്ന മോഹൻലാലിനെ ട്രോളുന്ന ഒരുപാട് സീനുകളും ഇതിലുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ സിനിമയുടെ ഗതി മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ്. കാരണം ബെൻസ് എന്ന പേരുള്ള ഷൺമുഖൻ എന്ന നായകൻ വളരെ അപ്രതീക്ഷിതമായ ഒരു വഴികളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഒരു സാധാരണ റിവഞ്ച് സ്റ്റോറിയായി നിൽക്കേണ്ട ഒരു സിനിമയെ മോഹൻലാലിന്റെ അഭിനയത്തെ ആഘോഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ എഴുതിയ വളരെ ബ്രില്യന്റ് ആയ ഒരു തിരക്കഥയാണ് സിനിമയ്ക്കുള്ളത്. അതായത് ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന് വിളിപ്പേരുള്ള ബെൻസ്, അതാണ് നമ്മുടെ ലാലേട്ടൻ, ഭാര്യ ലളിത, ശോഭന, അവരുടെ 2 കുട്ടികൾ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. പഴയ കാലത്ത് മദ്രാസിൽ ഒരു സ്റ്റണ്ട്മാനായി പ്രവർത്തിച്ചിരുന്നതാണ് നമ്മുടെ ബെൻസായ ഷൺമുഖം. തമിഴ്നാട് നിവാസിയായ ലളിതയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. നമ്മൾ കാണുന്ന ആ കറുത്ത അംബാസഡർ കാർ അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ഒരു അംഗം തന്നെയാണ്. ആ കാറിനോടുള്ള സ്നേഹം പലതരത്തിൽ കാണിക്കുന്നതായി നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. തന്റെ കാർ പോലീസ് കേസിൽ കുടുങ്ങുകയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുമ്പോൾ ആ കാർ തിരികെ കിട്ടാൻ ഷൺമുഖം നടത്തുന്ന ചില ശ്രമങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാവുന്നതാണ്. എന്നാൽ അത് മാത്രമാണോ സിനിമ? അല്ല. അപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തരുൺ മൂർത്തി ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളും പരിശോധിച്ചാൽ ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളല്ല അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യവികാരങ്ങൾ പരിവേഷണം ചെയ്യാൻ തരുൺ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ദൃശ്യത്തിൽ എന്ന പോലെ രണ്ടാം പകുതിയിൽ സിനിമയുടെ സ്വഭാവം വളരെയധികം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൃശ്യത്തെക്കാൾ ബ്രഹ്മാണ്ഡ സ്വഭാവമാണ് ഈ ചിത്രത്തിലുള്ളത്. ഷൺമുഖം ഒരു സ്റ്റണ്ട്മാൻ ആണെന്ന് പ്രേക്ഷകനെ അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു ഓവർ ബിൽഡപ്പ് കൊടുക്കാൻ സംവിധായകൻ ഒരിക്കലും ഈ സിനിമയിൽ ശ്രമിക്കുന്നില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു നല്ല തിരക്കഥയുടെ സഹായത്തോടെ ഒരു സിനിമയെ എങ്ങനെ ആഘോഷിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തുടരും. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് വിശ്വസനീയമായ ചില വീരത്വം സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതി സ്വയം ട്രോളിംഗ് റെഫറൻസുകളാണെങ്കിലും രണ്ടാം പകുതി മോഹൻലാൽ ആഘോഷിക്കുന്ന നിമിഷങ്ങളുടെ ഒരു പുനർനിർമ്മാണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഘടകങ്ങളെ കഥയുടെ സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഇതിന്റെ മെയിൻ കാര്യം. ഇനി ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇതിന്റെ എഡിറ്റിംഗ്, ഛായാഗ്രഹണം, അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതം. ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ എന്ത് പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ആഘോഷിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ അമിതമായ ആക്ഷൻ ചെയ്യുന്ന മോഹൻലാലും അല്പം മാനസിക അസ്വസ്ഥതയുള്ള മോഹൻലാലും എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യ പകുതിയേക്കാൾ കുറച്ച് സ്ക്രീൻ ടൈം കുറവാണെങ്കിലും ശോഭനയും അവിടെയും ഇവിടെയുമായി സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ബിനു പപ്പു. കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് SI ബെന്നിയായിട്ട് ബിനു പപ്പു ചെയ്തിരിക്കുന്നത്. ഒരു കോമഡി പോലീസ് കഥാപാത്രത്തിൽ നിന്ന് ക്രൂരനും അഹങ്കാരിയുമായ ഒരു പോലീസ് ഓഫീസറിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ സിനിമയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് പ്രകാശ് വർമ്മ. സിനിമ കണ്ടവർക്ക് മാത്രം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് പ്രകാശ് വർമ്മ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് കുറെ മെറ്റഫോറിക്കൽ റെഫറൻസുകൾ. അതായത് ആന, മഴ, അംബാസഡർ കാർ എന്ന് വേണ്ട ഇതിലെ പട്ടിയും പൂച്ചയും വരെ അവരവരുടെ വേഷങ്ങൾ അടിപൊളിയായി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ
നർമ്മ മുഹൂർത്തങ്ങളും ഇമോഷണൽ സീക്വൻസുകളും അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളുമുള്ള ഒരു ഫാമിലി ഇമോഷണൽ ആക്ഷൻ ത്രില്ലറാണ് തുടരും. ലാലേട്ടന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാ അഭിനയവും വന്നു പോകുന്ന ഒരൊറ്റ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാമെങ്കിൽ ഉറപ്പായും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തുടരും അനുഭവപ്പെട്ടത്. അപ്പോൾ ഇനി സിനിമ കണ്ടവരോട് കുറച്ച് സ്പോയിലേഴ്സ് ആണ്. അപ്പോൾ സംവിധായകൻ തരുൺ മൂർത്തിയുടെ ചില ബ്രില്യൻസുകളായിട്ട് ഞാൻ പറയാം. അതായത് 3 തവണയാണ് തുടരും എന്ന സിനിമ എഴുതി കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് തന്നെ കാണിക്കുമ്പോൾ ഒരു ഫാമിലി ബോണ്ടായിട്ടാണ് തുടരും എന്ന് എഴുതി കാണിക്കുന്നത്. പിന്നെ ഇന്റർവെൽ ആയിട്ട് എഴുതി കാണിക്കുന്നത് തുടരും എന്നാണ്. പക്ഷെ അവിടെ ഒരു ബ്ലഡിന്റെ ഒരു സ്റ്റെയിൻ കാണിക്കുന്നുണ്ട്. അതായത് ഒരു രക്തച്ചൊരിച്ചിൽ തുടങ്ങുന്നതിന്റെ ഒരു സംഭവമാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ അവസാനം ക്ലൈമാക്സിൽ മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു തുന്നിക്കെട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ മുറിവുകളും തുന്നിക്കെട്ടിയ ലാലേട്ടനായിട്ടാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട് പഴയ മോഹൻലാൽ, വിന്റേജ് മോഹൻലാൽ തിരിച്ചു വന്നു. പക്ഷെ അതിന്റെ മെയിൻ കാരണം തരുൺ മൂർത്തിയുടെ ചെറിയ ബ്രില്യൻസ് ആണ്. അതായത് പഴയ സിനിമയുടെ പോസ്റ്ററുകൾ കാണിക്കുന്നു, സിനിമയുടെ അതായത് മോഹൻലാൽ സിനിമയുടെ കുറച്ച് ഫോട്ടോസ് പഴയത് കാണിക്കുന്നു. അപ്പൊ തന്നെ പ്രേക്ഷകരിൽ ഓൾറെഡി ഒരു നൊസ്റ്റാൾജിയ കടന്നു വരികയാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ സിനിമകളിൽ തന്നെ പഴയ സിനിമകളിലെ ചില ഡയലോഗ്സ്, അതായത് ഗോ ടു യുവർ ക്ലാസസ്, അങ്ങനെ കുറെ ഡയലോഗുകൾ വരുമ്പോൾ നമ്മൾ പഴയ മോഹൻലാലിനെ ഓർക്കുകയാണ്. അതൊരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ലാലേട്ടന്റെ മകൻ മരിച്ചു എന്ന് ആള് മനസ്സിലാക്കിയതിന് ശേഷം ബാത്റൂമിലെ സീൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അദ്ദേഹം ആ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ ആള് വീഴുന്നുണ്ട്. അതാണ് ബിനു പപ്പുവിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, കട്ടാക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ സീൻ അതാണ്. അദ്ദേഹം അത് ശരിക്കും വീണതാണോ അഭിനയിച്ചാണോ അദ്ദേഹത്തിന് മാത്രമേ അറിയാമുള്ളൂ. ആ സീനുകളൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട സിനിമയിലെ 2 നെടുന്തൂണുകളാണ് ബിനു പപ്പു ചെയ്ത ക്യാരക്ടറും അതുപോലെ നമ്മുടെ പ്രകാശ് വർമ്മ ചെയ്ത ക്യാരക്ടറും. പ്രകാശ് വർമ്മ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുകയാണ് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് പുള്ളി അത്രയും അഭിനയമാണ് ആൾ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ആളൊരു സരസമായ സംസാരവും എന്താ പറയാ വളരെ മികച്ചു നിൽക്കുന്ന ഒരു അഭിനയം എന്ന് വേണം പറയാൻ. ബിനു പപ്പു ആണെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം ഒരു വില്ലൻ ക്യാരക്ടറാണെന്ന്. കാരണം ആൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളൊക്കെ ഒരു നന്മമരം ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ആളൊരു കോമഡി ഇതിലായിട്ട് തുടങ്ങി വളരെ ഒരു വില്ലനായി മാറുന്ന അല്ലെങ്കിൽ വില്ലന് കൂടെ നിൽക്കുന്ന ഒരാളായി മാറുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മിസ്റ്റേക്കാണ് അണിയറ പ്രവർത്തകർക്ക് പറ്റിയിട്ടുള്ളത്. അതായത് ലാലേട്ടൻ്റെ മകനെ ചാക്കിൽ കെട്ടിയിട്ടാണ് കാറിൻ്റെ ഡിക്കിയിൽ ഇടുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു വാലറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു പേഴ്സ് കിട്ടുന്നത്? മകനെ അടിവസ്ത്രം ഇട്ടിട്ടാണ് ചാക്കിൽ കെട്ടിയിടുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ ഒരു വാലറ്റ് വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. അത് അണിയറ പ്രവർത്തകർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു നെഗറ്റീവ് മാത്രമാണ് എനിക്ക് സിനിമയിൽ പറയാനുള്ളത്. അങ്ങനെ ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങൾ തന്ന ഈ സിനിമ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, തുടരട്ടെ, തുടരും.